അപ്പോൾ ചത്താപ്പച്ച എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആ ഒരു സിനിമയിൽ എന്താണ് സംഭവിച്ചത്? ക്ലൈമാക്സിലെ ആ ഒരു ക്യാമിയോ നമുക്ക് വേണമായിരുന്നോ? മമ്മൂക്കയാണ് ആ ഒരു ക്യാമിയോ എന്ന് പരസ്യമായ രഹസ്യമാണിപ്പോൾ. പ്രൊഡക്ഷൻ ടീം വരെ മമ്മൂക്കയെ വിളിച്ചൊരു പ്രസ് മീറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം നല്ല സ്പോയിലർ ഉണ്ടാവും. അപ്പോൾ നേരെ പോയേക്കാം. ചത്താപ്പച്ച ഈ ഒരു പടത്തിൽ ഏറ്റവും കൂടുതലുള്ള സാധനമാണ് ഫൈറ്റ് എന്നുള്ളത്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി നമുക്കൊന്ന് നോക്കാം. സായികുമാറിന്റെ ക്യാരക്ടറാണ് അവിടെ മെയിൻ ആയിട്ടുള്ള ഗുസ്തിക്കാരൻ. ആ ഒരു ക്യാരക്ടറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ വാൾട്ടറിന്റെ കടന്നുവരവ്. പുള്ളിയുടെ കൂടെ 2 പിള്ളേരും ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ റോഷന്റെ ക്യാരക്ടറും അർജുൻ അശോകന്റെ ക്യാരക്ടറും. പക്ഷേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു സമയത്തുള്ളൊരു ബിൽഡപ്പ് ഉണ്ടല്ലോ, അത് ഭീകരമായിരുന്നു. ഭയങ്കര ടോപ്പായിരുന്നു. പുള്ളിനെ പൊക്കി അങ്ങ് എടുത്ത് വെച്ചേക്കുവാണ്. അത് നമ്മുടെ വാൾട്ടർ അവിടുത്തെ സുൽത്താൻ എന്നുള്ള രീതിയിലാണ് തുടക്കം കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ഹീറോസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആകുവാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ വാൾട്ടർ വരുന്നുണ്ടെന്ന്. ആദ്യം കാണിച്ച ബിൽഡപ്പ് ആ ഒരു ക്ലൈമാക്സിൽ നമുക്ക് വേണം. അത് പ്രതീക്ഷിച്ചാണ് ഓഡിയൻസ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ വാൾട്ടർ വന്നപ്പോൾ ആ ഒരു ഫീല് നമുക്ക് അവിടെ ഉണ്ടായില്ല. കോമഡി ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അവസാനം നമ്മുടെ മമ്മൂക്ക വന്നപ്പോൾ അതിലൊന്നാമത്തെ കാര്യം ആ ഒരു ലുക്കാണ്. മമ്മൂക്ക ഓൾറെഡി ഭയങ്കര ലുക്കാണ്, നമുക്കറിയാം. പക്ഷേ ഇവർ എനിക്ക് തോന്നുന്നു അണ്ടർടേക്കർ ആക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. ആ ഒരു ബുള്ളറ്റൊക്കെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് ഫീലായ ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം പുള്ളിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഡയലോഗ് ഡെലിവറി. സിങ് സൗണ്ട് ആയതിൻ്റെ കുഴപ്പമായിരിക്കാം. ഡയലോഗ് ഡെലിവറി ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. FDFS കണ്ടവർക്ക് മേ ബി ഇത് തോന്നി കാണത്തില്ല. ബബ്ബയുടെ കാര്യത്തിലും ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ബബ്ബയുടെ കാര്യത്തിൽ പടമേ വലിയ കാര്യമില്ലായിരുന്നു. പക്ഷേ ചത്തപ്പച്ചയുടെ കാര്യത്തിൽ അങ്ങനല്ല. അത്യാവശ്യം എബോ ആവറേജ് പടം ആയിരുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനൊരു ക്യാമിയോ കൂടി വന്നപ്പോൾ പടം കുറച്ച് ഡൗൺ ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ വേറൊരു കാര്യം, മമ്മൂക്ക ഈ ഒരു പടത്തിൽ വരണ്ടിയിരുന്നില്ല. ഈ ഒരു ഫൈറ്റ് സീനും ഒക്കെ ഉള്ളൊരു പടമാണ്. പുള്ളിക്കാരന് ഓൾറെഡി വയ്യ, നമുക്കറിയാം. പക്ഷേ ആ ഒരു റോൾ ഇപ്പോൾ ഒരു ബാബുവാനിനെയൊക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെറ്റായേനെ എന്ന് തോന്നി. കാരണം പുള്ളിക്കാരന് കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഈ ഒരു ക്യാമിയോ വരുമ്പോൾ ഇപ്പോഴുള്ള ഹീറോസിന്റെ മുകളിൽ പോകുന്ന രീതിയിലായിരിക്കണം ഒരു ക്യാമിയോ സെറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു ഫീല് വരണം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ അത് വന്നില്ല. ഈ അടുത്തിറങ്ങിയ ലോകയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടോവിനോ വന്നതാണെങ്കിലും ദുൽഖർ വന്നതാണെങ്കിലും അതൊക്കെ നൈസായിരുന്നു. പിന്നെ നമ്മുടെ ജയിലുള്ള ലാലേട്ടൻ, ശിവരാജ് കുമാർ, ഇവരെല്ലാം വന്നത് അത് ഒരു ടോപ്പ് ലെവലിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് നോക്കുമ്പോൾ ആ ഒരു ലെവലിൽ തോന്നത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. ആ ഒരു പടം അത്രയും ഒരു ക്ലൈമാക്സിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാന്ന് വന്നിട്ട് പിന്നെ ആ ഒരു ക്യാമിയോ വന്നപ്പോൾ അയ്യേ ഇതെന്ത് പറ്റി എന്ന് തോന്നിപ്പോവും. അതാണ് പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചത്തപ്പച്ചയിൽ ഡൗൺ ആക്കിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ആ ഒരു പാർട്ട്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.